പ്രതിപക്ഷ സമരക്കാരുടെ ദേഹത്ത് അടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമായിരുന്നു എന്ന് വിജയൻ. മിസ്റ്റർ വിജയൻ, നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്ത് അടിച്ചത് പനിനീരോ മിനറൽ വാട്ടറോ അല്ലായിരുന്നു. അന്ന് ഡ്രസ്സിൻ്റെ നിറം മാറിയത് കളർ ഇളകിയത് കൊണ്ടല്ല, പോലീസിൻ്റെ ലാത്തിയും ഗ്രനേഡും ഏറ്റുവാങ്ങി ഞങ്ങളുടെ ചോര വീണത് കൊണ്ടായിരുന്നു. പ്രതിപക്ഷ യുവജന നേതാക്കളോടാണ് 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി തെരുവിലിറങ്ങിയത് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ. അത് അങ്ങ് ശീലമായിക്കൊള്ളും. സമരാഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തൻ്റെ ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതോടൊപ്പം വളരെ കൃത്യമായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്നിപ്പോൾ AIYFൻ്റെ സമരം നടന്നപ്പോൾ അതിൽ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചപ്പോൾ അതിൽ മാലിന്യ ടാങ്ക്, കക്കൂസ് ടാങ്കിലെ എന്ന് പറഞ്ഞാൽ തീട്ടവെള്ളമാണ് ഉപയോഗിച്ചതെന്നാണ് AISFകാരൻ പറയുന്നത്. ശരിയാ? തീട്ടം തിന്നുന്നവന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഏതാണ് തീട്ടവെള്ളം ഏതാണ് അല്ലാത്തത് എന്ന്. ശരിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം സമരങ്ങളെ അത്രയും കറുത്ത തുണി, ഒരു കറുത്ത തുണിയുടെ പേരിൽ, ഒരു 1/2 മീറ്റർ കറുത്ത തുണിയുടെ പേരിൽ കൊലപാതകമാക്കാൻ ശ്രമിച്ച ആളുകൾ, ചെടിച്ചട്ടി കൊണ്ട് അടിച്ച് തല പൊട്ടിച്ചവർ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയവർ, ലാത്തി കൊണ്ട് അടിച്ച് വീശി, അത് ഒന്നല്ല 2 ലാത്തി ഒരുമിച്ച് കെട്ടിയിട്ട് അതുകൊണ്ട് അടിച്ച് വീത്തി മർദ്ദിച്ച് കൊല്ലാൻ ശ്രമിച്ചവർ, എന്നിട്ട് അതിനെയൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് വിളിച്ചവർ, അവർ 10 വർഷങ്ങൾക്കിപ്പുറം തെരുവിൽ സമരാഭാസമായി ഇറങ്ങുമ്പോൾ നല്ലോണം കിട്ടുമ്പോൾ തീട്ടത്തിൻ്റെ സ്മെല്ലൊക്കെ വരും. സാരല്ല, സഹിച്ചോളി, ഇനിയുള്ള 5 വർഷക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കൂ. മനസ്സിലായില്ലേ? കിട്ടിയതിനൊക്കെ കൊടുത്തതൊക്കെ തിരിച്ച് കിട്ടും. അന്ന് കിട്ടിയതൊക്കെ തിരിച്ചു തരും. കാരണം ഞാനിപ്പോൾ ഇന്നലെ ഈ കണ്ടതിൽ, ഇപ്പം കഴിഞ്ഞ ദിവസം പോലും KC വേണുഗോപാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഓർമ്മിപ്പിക്കുന്നത് കണ്ടു. അതുപോലെ ഈ പറയുന്ന മന്ത്രിമാരെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും ഒക്കെ വേണ്ടപ്പെട്ട ആളുകളെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം വേട്ടയാടപ്പെട്ട ഓരോരുത്തരും കൃത്യമായി ഓരോ കാര്യങ്ങൾ സമയാസമയങ്ങളിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒന്നും മറന്നു പോകില്ല, ഒന്നും വിട്ടുപോകില്ല. സഖാക്കള് നന്നായിട്ട് സ്പ്രേ ഒക്കെ അടിച്ച്, ബോഡി സ്പ്രേയോ ഇനി അല്ല മറ്റേ പെർഫ്യൂംസോ എന്തൊക്കെയാണ് അടിച്ചിട്ട് പറ്റുമെങ്കിൽ ഓരോ ബോട്ടിൽ പോക്കറ്റിലും ഇട്ട്, ഇപ്പോൾ പോക്കറ്റ് സ്പ്രേ ഒക്കെ ഇറങ്ങുന്ന കാലമാണല്ലോ, അപ്പോൾ ഓരോ പോക്കറ്റ് സ്പ്രേ ഒക്കെ വാങ്ങി കയ്യിൽ വെച്ചോ. കാരണം ഇനി ഇതൊക്കെ ആവശ്യം വരും. കഴിഞ്ഞ 10 വർഷക്കാലം ഉറങ്ങിക്കിടന്നത് പോലെയല്ല ഇനിയുള്ള കാലം. അന്ന് കിട്ടിയതിനൊക്കെ നല്ല ഡിപ്പായിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് ഓരോന്നും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7 അങ്ങനെ നമ്പർ ഇട്ടുകൊണ്ട് പ്രയോറിറ്റി കണക്കാക്കി ആദ്യം തീർക്കേണ്ടത് ആദ്യ സ്ഥാനങ്ങളിൽ. അങ്ങനെ ഓരോന്നിൻ്റെയും പ്രയോറിറ്റി കണക്കാക്കി മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് ഓരോന്നിനെയും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നിട്ടേ ഈ 5 വർഷക്കാലം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളത് സഖാക്കളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം എന്തിനറിയോ? അപ്പോൾ ഈ പരാതികൾ കൊണ്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ തിരിച്ചു കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഈ പരാതികൾ കൊണ്ട് കാര്യമില്ല എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്നതാണ്. മനസ്സിലായില്ലേ? എത്രയെത്ര സമരങ്ങളെയാണ് പിണറായി വിജയൻ നിഷ്കരുണം അടിച്ച് അമർത്താനും ആക്രമിച്ച് കീഴ്പ്പെടുത്താനും ആക്രമിച്ച് കൊലപ്പെടുത്താനും ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് കൊല്ലാനും ശ്രമിച്ച് രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് വിളിച്ചത്. അപ്പോൾ വിജയ, അതിനൊക്കെ തിരിച്ചൊന്ന് തരണ്ടേ? അത് പല രീതിയിൽ തന്നിരിക്കും. കരഞ്ഞിട്ട് കാര്യമില്ല, കിട്ടാനുള്ളത് കിട്ടും. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രമേശ് ചെന്നിത്തലക്കൊക്കെ ഒന്നും അത്ര ഒരു ഉണ്ടാവില്ല. മൂപ്പര് ഒരു കുറച്ചൊരു എങ്ങനെ കുഴപ്പമില്ല, നമുക്കൊന്ന് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് കുഴപ്പമില്ലാതെ അങ്ങ് പോവാ എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തെ അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് സാരമില്ല എന്ന് പറഞ്ഞു പോകാൻ അദ്ദേഹത്തെ ഈ പ്രവർത്തകർ സമ്മതിക്കില്ല.
കാരണം അവർ ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട്. കണക്കുകൾ പലിശയടക്കം ഗുണിച്ചും കൂട്ടിയും ഹരിച്ചും മൈനസ് ചെയ്തും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ അവർ കൃത്യമായി ആഭ്യന്തരമന്ത്രിയെ കൃത്യമായ ഇടവേളകളിൽ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും. സഖാക്കൾ ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും ആ കാര്യത്തിൽ സഖാക്കൾക്ക് വേണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. മനസ്സിലായില്ലേ? അപ്പോൾ കരച്ചിൽ നല്ലതാ, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? പിണറായി വിജയന് പറ്റുമെങ്കിൽ ഒരു വലിയ 20 ലിറ്ററിൻ്റെ മറ്റേ ക്യാൻ ഉണ്ടല്ലോ, നമ്മൾ ഈ വെള്ളമൊക്കെ കൊമേഴ്ഷ്യൽ പർപ്പസിന് അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ക്യാൻ വാട്ടർ വാങ്ങാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ക്യാനിലാക്കിയിട്ട് തലയിൽ വെച്ച് സഭയിലേക്ക് കൊടുത്തുവിട്. ഈ ചെറിയ ബോട്ടലിലൊന്നും പോരാ, വലിയ ബോട്ടലിൽ തന്നെ ആയിക്കോട്ടെ. അതിൻ്റെ ഒരു വ്യാപ്തി അത് സഭയിലിരിക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പിണറായി വിജയനൊന്നും മനസ്സിലാകണമല്ലോ. 10 വർഷക്കാലം അധികാര കസേരയിലിരുന്ന് ആ അധികാരം ഉപയോഗിച്ച് കാണിച്ച ധാർഷ്ട്യത്തിൻ്റെ 10 ഇരട്ടി 10 മടങ്ങായിട്ട് എല്ലാം തിരിച്ചു കിട്ടുന്നുണ്ട് എന്നുള്ളത് വിജയനും മനസ്സിലാകട്ടെ. വിജയൻ അടി കിട്ടുന്നില്ലെങ്കിലും വിജയൻ്റെ ദേഹത്ത് ചെളി പുരളുന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് നടക്കുന്നുണ്ടെന്ന് മൂപ്പർക്കും മനസ്സിലാകണമല്ലോ. മനസ്സിലാക്കിക്കോട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും സഖാക്കൾ പ്രതീക്ഷിക്കണ്ട എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അതാണ് രാഹുലും പറഞ്ഞത്. മനസ്സിലായില്ലേ? കിട്ടാനുള്ളതൊക്കെ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കാലത്ത് പനിനീരും മിനറൽ വാട്ടറും ഒന്നും അല്ല നനച്ചത് അല്ലേ? സഖാവ് പിണറായി വിജയൻ ജലപീരെങ്കിലും മറ്റേ മിനറൽ വാട്ടർ കൊണ്ടുവന്ന് നിറക്കുകയെന്ന്. അന്നും ഇതൊക്കെ തന്നെയാണ് അടിച്ചത്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അപ്പം കരച്ചിൽ കൂടുതൽ വേണ്ട. മാനസികമായിട്ട് ഇതിനൊക്കെ തയ്യാറെടുത്തിട്ട് വേണം എന്താക്കാൻ, സമരത്തിനിറങ്ങാൻ എന്നുള്ളതാണ് പറയാനുള്ളത്. മാനസികമായി ഇങ്ങനെയൊക്കെ ഉണ്ടാകും, നല്ല നെരിപ്പം കിട്ടും എന്ന് മനസ്സിനെ സ്വന്തം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ അടി വാങ്ങാനായിട്ട് പോവുകയാണ്, എൻ്റെ മേത്ത് എൻ്റെ ദേഹത്ത് ചെളിവെള്ളമാണ് അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്, അത് ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ പോവുകയാണ് എന്നുള്ള ഒരു മനസാന്നിധ്യത്തോടു കൂടി ആയിരിക്കണം സഖാക്കൾ ഇനി പോകേണ്ടത്. അപ്പോൾ സമരത്തിനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇറങ്ങി പുറപ്പെടുക. കാരണം ഇത് കിട്ടിക്കഴിയുമ്പോൾ കരയാൻ നിൽക്കരുത്, ദയവ് ചെയ്തിട്ട്. അത്രേ പറയാനുള്ളൂ. കിട്ടിക്കഴിയുമ്പോൾ കരയാൻ നിൽക്കരുത്. കരച്ചിൽ കണ്ടിടാലൊന്നും കണ്ണീര് കൊണ്ടൊന്നും ഒരു ദയയും ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണ്ട സഖാക്കൾ. കിട്ടിയതിൽ കൂടുതൽ ഇപ്പോൾ മാലിന്യ ടാങ്കിലെ കക്കൂസ് വെള്ളമാണ് പഠിച്ചതെങ്കിൽ ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ ഇനിയുള്ള ജലപീരങ്കിയിൽ ഇടക്കിടക്ക് പീസും വരും, വെള്ളം മാത്രമേ ഇരിക്കൂല. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കാരണം അതങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാതെ പോയിട്ട് പീസൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമായിരിക്കും. അപ്പം ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? രമേശ് ചെന്നിത്തലയാണ്, കാരുണ്യമുണ്ടാകും, ദയുണ്ടാകും, അദ്ദേഹം എല്ലാം ഒരു വിട്ടുവീഴ്ച ചെയ്യും എന്നൊക്കെ ഏതെങ്കിലും സഖാക്കൾ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. രമേശ് ചെന്നിത്തലയെ കൃത്യമായ ഇടവേളകളിൽ ഫ്രീക്വൻ്റായിട്ട് ഓരോന്നും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് താഴേ തട്ടിൽ ഉള്ള പ്രവർത്തകൻ തൊട്ട് അങ്ങ് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ അതിന് മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ നിയമസഭയിലിരിക്കുന്ന PK ഫിറോസ്, AD തോമസ്, അങ്ങനെ തുടങ്ങി എത്രയധികം യുവജന നേതാക്കളായിട്ടുള്ള ജനപ്രതിനിധികളാണ് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ അധികാരത്തിൻ്റെ ഹുങ്കിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ അക്രമങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അവരിന്ന് സഭക്കകത്തിരിക്കുമ്പോൾ അവരുടെ വികാരങ്ങൾ കൂടി ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല മാനിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം സമരങ്ങളെ നേരിടുന്ന രീതിയെക്കുറിച്ച് പരാതി പറയാൻ സഖാക്കൾക്ക് യാതൊരു അവകാശവുമില്ല.
എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ രാജാവ് അധികാര കസേരയിലിരിക്കുമ്പോൾ ഇതിനേക്കാളും ധാർഷ്ട്യത്തോടു കൂടി ഇതിനേക്കാളും അപമര്യാദയായിക്കൊണ്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. സ്വാഭാവികമായിട്ടും രണ്ടടി കിട്ടുമ്പോൾ ഒരടിയെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഏതൊരു മലയാളി ആഗ്രഹിക്കൂലേ? അതുപോലെ അങ്ങ് കരുതിയാൽ മതി. പക്ഷേ ഇവിടുത്തെ കാര്യം എന്താ? ഇവിടെ കിട്ടിയത് രണ്ടാണെങ്കിൽ അത് ഇരട്ടിയിലധികം പലിശക്ക് തിരിച്ചു തരും എന്നുള്ളത് സഖാക്കൾ മനസ്സിലാക്കുക. അല്ലാണ്ട് രണ്ടടി കിട്ടിയിട്ട് ഒന്ന് മാത്രം തിരിച്ചു വാങ്ങിയിട്ട് പോകുന്ന പരിപാടിയില്ല. രണ്ട് കിട്ടിയ പലിശ അടക്കം അത് തിരിച്ച് തന്നിരിക്കും. അതും പലിശ എന്ന് പറഞ്ഞാൽ ഏതാ പലിശ എന്നറിയോ? ഏതാ പലിശ? ഈ പറയുന്ന നാഷണലൈസ്ഡ് ബാങ്കിലെയോ അല്ലെങ്കിൽ സഹകരണ ബാങ്കിലെയോ പലിശയല്ല. നല്ല ബ്ലേഡ് മാഫിയക്കാരുണ്ട്. ഇപ്പം നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ആണെങ്കിൽ പലിശ 5%, 6%, 7%, 8% ഒക്കെ ആയിരിക്കും. എന്നാൽ ബ്ലേഡ് മാഫിയക്കാരൻ്റെ പലിശയോ അത് 18, 19, 20, 22, 23, 24, 25 അതിൻ്റെ മേലക്കും പോവും ചിലപ്പോൾ. അപ്പോൾ അതുപോലെയാണ് UDFിൻ്റെ പലിശ എന്ന് പറയുന്നത്. ബ്ലേഡ് മാഫിയക്കാരൻ്റെ പലിശ പോലെയാണ്. സഹകരണ ബാങ്കിലെയോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിലെ പലിശയുടെ അതേ രീതിയാണ് UDFകാരൻ പിന്തുടരുത്. അങ്ങനെ മാത്രം നിങ്ങൾ വാശി പിടിക്കരുത്. പലിശ എത്രയാണ്, പലിശയുടെ റേറ്റ് എത്രയാണ്, പലിശ നിരക്ക് എത്രയാണ് എന്നൊക്കെ UDFകാരൻ തീരുമാനിക്കും. അതുകൊണ്ട് സഖാക്കൾ ഒരൊറ്റ കാര്യം, സമരത്തിന് ഇറങ്ങുമ്പോൾ ഇതാണ് കാത്തിരിക്കുന്നത്. അവിടെ നെയ്ച്ചോറും ബിരിയാണിയൊന്നും ഇല്ല. അവിടെ കാത്തിരിക്കുന്നത് ഇതൊക്കെയാണ് എന്ന് മനസ്സിനെ സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഇതിനിറങ്ങുക. അതല്ലാണ്ട് വേറെ സൊല്യൂഷൻ ഇതിനില്ല എന്നുള്ളതാണ്.